64ാമത് ഈ കലോത്സവം ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ഒന്ന് രണ്ട് തീരുമാനങ്ങളോട് ഉണ്ടായെന്നുള്ളതാണ്. ഇന്ന് സിയ കാസർഗോഡ് ആ കുട്ടിയുടെ നമ്മുടെ അടുത്ത തീരുമാനം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ റിസ്ക് എടുത്തുകൊണ്ട് കൊടുത്തിട്ടുള്ള ഉത്തരവാണ്. അത് നമുക്ക് ഈ കലോത്സവത്തിന്റെ മാനുവൽ തന്നെ മാറ്റി എഴുതേണ്ടി വരുമെന്നുള്ള സൂചന കൂടിയാണ് ആ ഉത്തരവിൽ ഉള്ളത്. ആ കുട്ടിയുടെ ആ വാക്കുകൾ അവസാനം ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് അവസാനമായി മന്ത്രിയോടെ പറയാനുള്ളത് എന്നുള്ള ഒരു വാക്കെല്ലാം അപ്പോൾ തന്നെ 12 മണിക്കൂറിനുള്ളിൽ തന്നെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറോടും കളക്ടറോടും ബന്ധപ്പെട്ടോട് റിപ്പോർട്ട് വാങ്ങിയിട്ടാണ് ഇങ്ങനൊരു അനുവാദം കൊടുത്തത്. പിന്നെ ഒരു കുട്ടിക്ക് വീടില്ലെന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനമായി. പിന്നെ ഈ നിലവാരമുള്ള മത്സരങ്ങളായിരുന്നു. അത് സാധാരണ പലപ്പോഴും ചിലപ്പോൾ ഒരു നിലവാരം ഉണ്ടാകുമായിരുന്നു. പിന്നെ സംഘാടകരെന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനമായ ആൾക്കാർ വിലയിരുത്തുന്ന ഭക്ഷണമാണ്. ഒരു ദിവസം 20,000-25,000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾ മാത്രമല്ല, രക്ഷകർത്താക്കൾക്കും നാട്ടുകാർക്കും എല്ലാവരും വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കാരണം വരുന്നവരുടെ നാട്ടുകാർ ഭക്ഷണത്തിന് അപ്പുറമായിട്ട് പടയടത്തിന്റെ ഒരു പടയുടെ പെരുമ മാത്രമല്ല, പായസം എന്ത് പായസം എന്നാണ് എല്ലാവരും വിളിച്ചത് നമ്മൾ ചോദിക്കുന്നത്. മറ്റേത് ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഇത്രയും പേരെ ജഡ്ജ് ചെയ്ത് ഒരു പരാതിയില്ലാതെ തീർക്കുകയെന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്. മറ്റൊന്ന് ഒരു അച്ചടക്കം. സാധാരണഗതിയിൽ നമ്മുടെ മാധ്യമങ്ങളിലാണ് വരുന്നത് റോഡിൽ നൃത്തം ചെയ്യുന്നത് പകർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ കൊല്ലത്തും ഇല്ലായിരുന്നു, കോഴിക്കോടും ഇല്ലായിരുന്നു, തിരുവനന്തപുരത്തും ഇല്ലായിരുന്നു. നമുക്കിതിൽ ഇന്നിപ്പോൾ ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണ് ഈ മേള എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാനുവലിൽ മാറ്റം വരുത്തണം. ചില നിയമനിർമ്മാണങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പിന്നെ ഇന്ന് കേരളത്തിലെ മുഴുവൻ ആൾക്കാർ ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാ ടെലിവിഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നത് യുവജനോത്സവമാണ്. ഈ കപ്പ ഏത് ജില്ലയ്ക്ക് കിട്ടും എന്ന കാര്യങ്ങളിലൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഉത്തരവാദിത്വ കലോത്സവം എന്നുള്ള നിലയിലാണ് ഇത് വന്നത്. അത് കുട്ടികൾക്ക് ഒരു പുതിയ സന്ദേശങ്ങളാണ്. ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം, അതുപോലെ തന്നെ അക്കാഡമിക് കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വം, നോൺ അക്കാഡമിക് കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഒരു കുട്ടിയെ അക്കാഡമിക്കായിട്ട് മാത്രം മുന്നേറിയ മാത്രം പോരല്ലോ, മറ്റ് രംഗത്തും അവൻ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ടും ഒരു ഓർമ്മ നിൽക്കുന്ന കലോത്സവമായി ഈ കലോത്സവം മാറുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മന്ത്രി എന്നുള്ള നിലയിലുള്ള ലാസ്റ്റ് കലോത്സവമാണ്.